സ്റ്റേബിൾ ഓർബിറ്റ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ബോർ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പോൾ ഓർബിറ്റ്സ് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്രൈറ്റീരിയ പറഞ്ഞത് എന്തായിരുന്നു? ഓർബിറ്റ്സ് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്രൈറ്റീരിയ പറഞ്ഞത് എന്തായിരുന്നു? ആംഗുലർ മൊമെൻറ്റം L is equal to mvr എന്ന ആംഗുലർ മൊമെൻറ്റം എന്തിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു? nh/2πയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് n എന്താണെന്നാണ് പറഞ്ഞത്? n is equal to നമ്പർ ഓഫ് ഓർബിറ്റ് ആണ് അല്ലേ? ഏത് ഓർബിറ്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നതാണ് n എന്ന് പറഞ്ഞാൽ. h എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. h എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 6.6 × 10⁻34 ആയിരുന്നു. ഓക്കെ, പിന്നെ പറയുന്നത് 2π ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അതിൽ m എന്ന് പറയുമ്പോഴേക്കും 6ന്റെ മാസ് വരും, മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ? കാരണം എന്താണ്? ഇവിടെ ചുറ്റും കിടന്ന് കറങ്ങുന്നത് ആരാ? ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസാണ് വരുന്നത്. v എന്ന് പറഞ്ഞാൽ സെയിം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് വരുന്നത്. r എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ റേഡിയസ് ആണ്. എത്രാമത്തെ ഓർബിറ്റാണ് നമ്മൾ എടുക്കുന്നത് ആ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് r കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ l എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ l എന്ന് പറഞ്ഞാൽ ഇല്ലാണ് ആംഗുലാർ മൊമെൻറ്റം ആണ് L. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റൂദർഫോർഡ് പറഞ്ഞത് വെച്ച് ഓർമ്മയുണ്ടോ? റൂദർഫോർഡ് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിലും ഇവിടെ ബോർ പറഞ്ഞത് വെച്ചിട്ടാണ് ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ത് തന്നെയാണെന്ന് ഓർമ്മയുണ്ടോ? എന്ത് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇവരുടെ ഇടയിൽ ആക്ട് ചെയ്യുന്നത്. ഇവർ കിടന്ന് കറങ്ങാൻ കാരണം ആര് തന്നെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം, ഇവിടെ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം എഴുതിയിട്ടുണ്ട് FC = FE അല്ലേ? സെൻട്രിപിറ്റൽ ഫോഴ്സ് = ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നൊക്കെ എഴുതി നമ്മൾ ഇക്വേഷൻ ചെയ്യാറുന്നില്ല. ഇക്വേഷൻ എന്തായിരുന്നു? സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? mv² by r അല്ലേ? mv² by r ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ mv² by r = എന്തായിരുന്നു നമ്മൾ എഴുതിയത്? 1/4πε0 q1 q2 by r² ആണ്. ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഇവിടെ ZE × E ഡിവൈഡഡ് ബൈ r² എന്നാണ് വന്നത് അല്ലേ? ഇത് നമുക്കൊന്നൊരു വൃത്തിക്ക് എഴുതാം. എങ്ങനെ എഴുതാം? mv² by r = 1/4πε0 ZE² ഡിവൈഡഡ് ബൈ r² എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഞാൻ ഇവിടുന്ന് ഒരു ആറും വെട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? mv² ഇവിടെ നമുക്ക് ഇതിന് ഞാൻ ഇവിടെ എഴുതുന്നു, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്ത് വരും? ZE² ഡിവൈഡഡ് ബൈ 4πε0 r. ഇതൊക്കെ നമ്മൾ ഇന്നലെ എഴുതിയതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ആറിനൊക്കെ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇതുവരെ കിടക്കട്ടെ. ഇപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. mv² ZE² ഡിവൈഡഡ് ബൈ 4πε0 r. ഇത് നമ്മൾ ഇന്നലെ എഴുതിയതാണ്. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഈ ഇക്വേഷൻ കൊണ്ടുവരികയാണ്. ഈ ഇക്വേഷൻ ആരെയാണ്? ഈ ആംഗുലർ മൊമെൻറ്റുള്ള ഇക്വേഷനെ കൊണ്ടുവരികയാണ്. ഓക്കെ, ഞാനിവിടെ താഴെ എഴുതുന്നു mvr = nh/2π. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഇത്രയും കുഴപ്പമില്ല. നമ്മൾ നമ്മൾ വലുതായിട്ട് കാര്യങ്ങളൊന്നും എഴുതിയില്ല. നമ്മൾ നേരത്തെ ഇന്നലെ റുദർഫോർഡിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും കിടന്ന് r റേഡിയസിൽ കറങ്ങുന്ന ഒരു ഇലക്ട്രോൺ. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി v ആണ്. അങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ബോർ മോഡൽ വെച്ചിട്ട് നമുക്കറിയാം, ബോർ മോഡൽ വെച്ചിട്ട് ഇവൻ ഓർബിറ്റ് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അവൻ എന്തായിരിക്കണം? അവൻ്റെ ആംഗുലർ മൊമെൻറ്റം വിൽ ബി ഈക്വൽ ടു ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കണം. അതുകൊണ്ട് nh/2π എന്ന് എഴുതി. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇവന്മാർ കറങ്ങാൻ കാരണം ആരാണ്? ഏത് ഫോഴ്സാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതുന്നു, ഞാൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് = ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് എഴുതി. അതിന് നമ്മൾ അതിൻ്റെ ആർക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനത്തെ ഇക്വേഷനിലേക്ക് എത്തി. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഏത് ഇക്വേഷൻ എടുത്തെഴുതി? ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷനും എടുത്തെഴുതി. അവിടെ ഞാൻ ഈ ഇക്വേഷനെ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും കൂടെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യുക. ഞാനൊന്ന് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഏതൊക്കെ? mv² ZE² by 4πε0 r ഉം mvr = nh/2π കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. എന്തൊക്കെ കട്ട് ചെയ്ത് പോകും? എമ്മും വെട്ടിപ്പോയി അല്ലേ? വിയും ഇവിടുത്തെ ഒരു വിയും കൂടെ പോയി അല്ലേ? ബാക്കി ഇവിടെ ആരെങ്കിലും പോവോ? ഇവിടെ ഒരു പൈ പോകുന്നുണ്ട്, കാരണം ഇത് രണ്ട് ഡിനോമിനേറ്ററിലായതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഒരു പോയി, ഇത് 2 വേറെ എല്ലാം പോവോ? വേറെ ഒന്നും പോകത്തില്ല അല്ലേ? ബാക്കിയുള്ളവരെ നമുക്ക് എടുത്തെഴുതാം. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആര് മാത്രമേ ഉള്ളൂ? ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? വി മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതുന്നു വി. ഓക്കെ, ഈ താഴത്താരുണ്ട്? ഇവിടെ ഒരു ആറുണ്ട് അല്ലേ? അപ്പോൾ v/r = ഞാൻ എഴുതുന്ന മേലുള്ള ആൾക്കാരെടുത്ത് എഴുതുവാണേ, ശ്രദ്ധിച്ചോണേ. ZE² by ആരൊക്കെ ഉണ്ട്? 2ε0 r അല്ലേ? താഴത്താറുണ്ട്. ഇനി അടുത്ത് ഡിവൈഡഡ് ബൈ എന്തുണ്ട്? NH മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും വെട്ടിപ്പോയി. ഓക്കെ, ഈ NH ആക്ച്വലി താഴെ കിടക്കുന്ന ആളല്ലേ? ഇവനോടെ പോവും. ഇവിടെ ഈ ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ 1 വന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 1 മേളിൽ വരും, NH താഴെ വരും, ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അതുകൂടെ ഞാൻ എടുത്ത് എഴുതുവാണ്. = എന്ത് വരും? ZE² ഡിവൈഡഡ് ബൈ 2ε0 rnh. ഓക്കെ, നോക്കിയേ, ഇവിടെ വേറെ ആരെങ്കിലും വെട്ടിക്കളയാൻ പറ്റുമോ നോക്കിയേ? ഇവിടെ ഒരു ആറുണ്ട്,
ഇവിടെ ഒരു ആറുണ്ട്, ഈ ഒരു ആറിനെയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാൻ ഒന്നുകൂടെ എഴുതുന്നു, വി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വി ബൈ ആർ ഒന്നുകൂടെ എഴുതാം. വി ബൈ ആർ ഇസ് ഈക്വൽ ടു ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 ആർ എൻ എച്ച്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ആരെ വെട്ടിക്കളയാൻ പോകുന്നത്? ആറിന് വെട്ടിക്കളയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ആറ് പോയി, ഇവിടുന്ന് ഒരു ആറും പോയി. ബാക്കി നമുക്ക് വിയുടെ ഇക്വേഷൻ കിട്ടി. വി ഈസ് ഈക്വൽ ടു ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 എൻ എച്ച് എന്ന് കിട്ടി അല്ലേ. ഇതാണ് നമ്മളുടെ വെലോസിറ്റിയുടെ കറക്റ്റ് ഇക്വേഷൻ. ബിക്കോസ് ഇതിൽ നിന്നേ നമുക്ക് ഈ ഇക്വേഷനിലാണ് നമ്മൾ ആരെ കൊണ്ടുവന്നത്? എന്നിനെ കൊണ്ടുവന്നത്. കണ്ടോ, എന്നും എച്ചൊക്കെ ഉള്ള ഇക്വേഷൻ ഇതാണ്. ഈ നമ്മൾ ചോദിക്കുന്നത് ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവിടെ ആരെ വേണം? നമുക്ക് എന്ന് വേണം. അപ്പോൾ എന്ന് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഒരു വെലോസിറ്റി ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു, ആറര വെച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിലും ഉണ്ട് ആ ഇക്വേഷൻ. അത് റൂദർഫോർഡ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലാന്നോ? റേഡിയസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ ഇക്വേഷൻ നോക്കിയാൽ റേഡിയസിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ എന്നുണ്ടോ? ഇവിടെ എന്നില്ല. ഇവിടെ എന്തൊക്കെയുള്ളൂ? ഇയും 4πε0 MR മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഈ സ്റ്റേബിൾ ഓർബിറ്റ് എന്ന രീതിയിൽ റൂദർഫോർഡ് എത്രാമത്തെ ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? N 1 ആണോ 2 ആണോ 3 ആണോ, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ ഇരിക്കുന്നത് ന്യൂക്ലിയസിന് തൊട്ടടുത്താണോ ഇച്ചിരി ദൂരെയാണോ, അതൊന്നും ആര് പറഞ്ഞില്ല. റൂദർഫോർഡ് പറഞ്ഞില്ല. പക്ഷേ ഇവിടെ ആര് പറഞ്ഞു? അതൊക്കെ ഇവിടെ ബോർ മോഡലിൽ ബോർ പറഞ്ഞു. ആ ബോർ ആരെയും കൊണ്ടുവന്നു ഇതിൻ്റെ അകത്ത്? ആരെ കൊണ്ടുവന്നു? ഇതിൻ്റെ അകത്ത് എന്നിനെ കൊണ്ടുവന്നു അല്ലേ. ഈ എത്രാമത്തെ ഓർബിറ്റ് ആണെന്നുള്ളത് കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ഓർബിറ്റിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ വി ഈസ് ഈക്വൽ നമുക്ക് കിട്ടി ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ε0 NH എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. ഇതിൻ്റെ അകത്ത് ഓർത്തണം, ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് അറ്റോമിക് നമ്പറാണ്. ഇസഡ് അറ്റോമിക് നമ്പറാണ്, ഓർത്തോണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഓരോ ഓർബിറ്റ് അനുസരിച്ച് ശ്രദ്ധിച്ചോണം, ഇത് നോക്കിക്കോണം. ഇപ്പം ഇതിൻ്റെ അകത്ത് മാറാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, അങ്ങനെ ഞാൻ ഓരോ ആൾക്കാരെ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ ഇ എന്ന സാധനം എന്താണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അത് എല്ലാവർക്കും ഒന്നായിരിക്കും അല്ലേ. 2 കോൺസ്റ്റൻ്റ് ആണ്, എല്ലാവർക്കും ഒന്നായിരിക്കും. ε0 കോൺസ്റ്റൻ്റ് ആണ്, എല്ലാവർക്കും ഒന്നായിരിക്കും. N എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഓർബിറ്റ് എന്ന് പറയുന്നതനുസരിച്ച് അത് മാറും അല്ലേ. അപ്പോൾ ഇത് ചേഞ്ചബിൾ ആണ്. എച്ച് കോൺസ്റ്റൻ്റ് ആണോ അല്ലയോ? അത് മാറുമോ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇസഡ് എന്ന സാധനം ഓരോ ആൾക്കാർക്ക്, ഇപ്പോൾ ഹൈഡ്രജൻ 1 ആണ്, ഹീലിയത്തിന് 2 ആണ്, ലിഥിയത്തിന് 3 ആണ്. അപ്പോൾ ഇസഡ് ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് മാറും, എന്നും ഓരോ ആൾക്കാർക്ക് അനുസരിച്ച് മാറും. ഇവിടെ മാറാത്ത ആരൊക്കെയാണ്? ഇ സ്ക്വയർ മാറില്ല, 2 മാറില്ല, ε0 മാറില്ല, എച്ച് മാറില്ല അല്ലേ. അപ്പോൾ നമ്മൾ അതിന് ഞാൻ മാറ്റി എഴുതുവാണ്. മാറാത്ത ആൾക്കാരെ ആരൊക്കെയാണ്? ഇ സ്ക്വയർ ബൈ 2ε0 H. ഇത്ര ആൾക്കാർ മാറത്തില്ല. ബാക്കി ആരുണ്ട്? മാറുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഇസഡ് ബൈ എൻ അല്ലേ. നമുക്ക് ഇങ്ങനെ എഴുതാം, വി പ്രൊപ്പോർഷണൽ ടു ഇസഡ് ബൈ എൻ ആണ്. വി പ്രൊപ്പോർഷണൽ ടു ഇസഡ് ബൈ എൻ ആണ്. ഇസഡിനും എന്നും അനുസരിച്ച് ആര് മാറും? വി മാറും. ഓക്കെ, ഇതിൽ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോഴേക്കും, അതായത് ഈ സ്ക്വയർ ബൈ 2ε0 Hനൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്, വി ഇസ് ഈക്വൽ ടു 2.18 × 10⁻⁶. ബാക്കി ഇസഡ് ബൈ എന്നിനെ വെച്ചിരിക്കും. അതായത് ഓരോ ആറ്റം നമ്മൾ എടുക്കുമ്പോഴും അതിൻ്റെ അകത്തെ ഇസഡിനും എത്രാമത്തെ എത്രാമത്തെ ഓർബിറ്റിലാണോ ഉള്ളത്, ആ ഇലക്ട്രോൺ ഉള്ളതെന്നും വെച്ചിട്ടും എന്ത് മാറും? വി മാറും. പക്ഷേ ബാക്കി ഇത്രയും ആൾക്കാരെന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി എനിക്കറിയാം, പക്ഷേ സംഭവം ഒരു 2 പ്രാവശ്യം കേട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്ക് അടുത്ത റേഡിയസ് പ്രൂവ് ചെയ്യണം. ഇത് ആദ്യം നിങ്ങൾ എഴുതിയിട്ട്